കൂടെ നിന്നവർ പോലും അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു എന്നൊരു ചിന്ത പുള്ളിക്കുണ്ടായി. കാര്യം 69 ദിവസം ഞാൻ ജയിലിൽ കിടന്നത് എന്തിനാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. ഉമ്മൻചാണ്ടി സാർ ഗൾഫിൽ പോകുന്ന സമയം നോക്കി എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ അതിൻ്റെ മനസ്സിലായില്ല. നിങ്ങൾക്ക് 9 കൊല്ലം ജോലി ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ആ പെൻഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ എനിക്ക് വേറെ ജീവിതമാർഗ്ഗമൊന്നുമില്ല. എനിക്ക് വരുമാനമില്ല. പുതുപ്പള്ളി സാധാരണ കല്ലറയിൽ പോയായിരുന്നു. കാര്യം പുള്ളി മരിക്കാൻ കാരണം ഈ ഒരൊറ്റ കേസാണ്. അതോടെ പുള്ളി തകർന്നു പോയി. കാര്യം കൂടെ നിൽക്കാൻ ആരുമില്ല, കുടുംബം മാത്രമേ ഉള്ളൂ. കൂടെ നിന്നൊരു പുള്ളി തള്ളി പറയുന്ന അവസ്ഥയായിപ്പോയി. മാനസിക തകർന്നു പോയി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ PA ടെനി ജോപ്പനാണ് നമ്മളോടൊപ്പം. ചേട്ടാ സ്വാഗതം. നമസ്കാരം. 13 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം കോടതി പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ്. നീതി ലഭിച്ചെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും. എന്താണ് ഇപ്പോൾ മനസ്സിൽ കൂടെ പോകുന്നത്? ഞാനും എൻ്റെ കുടുംബം 13 വർഷം അനുഭവിച്ച വേദനയ്ക്ക് അതിനൊരു പരിഹാരമായി ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂലമായൊരു വിധിയുണ്ടായി. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നു. അങ്ങനെ ഹൈക്കോടതിക്ക് ഞാൻ നന്ദി പറയുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു കേസിൻ്റെ നാൾ വഴികളെന്ന് ചോദിച്ചാൽ, ഈ സരിത എന്ന് പറയുന്ന ആൾ അവരും ഈ ബിജു രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ടീം സോളാറിൻ്റെ CM റിലീഫ് ഫണ്ട് കൊടുക്കാൻ വേണ്ടി ഓഫീസിൽ വന്നു. അത് MA ഷാനവാസിൻ്റെ PA ആയിരുന്ന ഒരാളാണ് എന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ വരണം. അപ്പോൾ CM-നോട് ചോദിച്ചു. CM പറഞ്ഞു വരാൻ പറയുന്നു. പിന്നെ രാവിലെ അവർ വരുന്നു, ഈ ചെക്ക് കൈമാറുന്നു, അതിൻ്റെ പിന്നെ മറുപടി കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അവരുമായിട്ടുള്ള ഒരു ബന്ധം. പിന്നെ ഈ ചേട്ടാ ഈ കേസിൻ്റെ ഭാഗമാവുന്നത് എങ്ങനെ? ഈ മലയാളി ശ്രീനാരായൺ എന്ന് പറയുന്ന ഒരാൾ ഒരു ദിവസം ഓഫീസിൽ വന്നു. അത് ഈ സരിതയുടെ കൂടെയാണ് വരുന്നത്. അപ്പോൾ പുള്ളിയുടെ കോറി വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നിവേദനമായിട്ടാണ് വരുന്നത്. അങ്ങനെ CM-നെ കണ്ട് CM തന്നെ ഏൽപ്പിച്ചു. ഞാനത് പത്തനംതിട്ട കളക്ടർക്ക് ഫോർവേഡ് ചെയ്ത് അതിൻ്റെ റിപ്ലൈ ഇവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു. അതാണ് പുള്ളിയുടെ ഫസ്റ്റാണ് ആദ്യമായിട്ട് കാണുന്നത്. പുള്ളി ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് ഇതിൻ്റെ ഒരു തുടക്കം. ഈ ഉമ്മൻചാണ്ടി ലക്ഷ്യമിട്ടാണ് തന്നെ ചേട്ടനെ ആക്രമിച്ചതെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ കാര്യം. അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. കാര്യം എനിക്കതിൽ തെളിവില്ല. ഞാനത് ചെയ്തെന്ന് പൈസ വാങ്ങിച്ചായിട്ട് തെളിവില്ല. ഞാൻ എന്തെങ്കിലും ചെയ്തായിട്ട് തെളിവില്ല. ഒരു തെളിവ് ആകെ ഫോൺ വിളിച്ചു എന്ന് മാത്രമാണുള്ള തെളിവ്. അപ്പോൾ ആരൊക്കെ ഇപ്പോൾ MP-മാർ വിളിക്കാറുണ്ട്, മന്ത്രിമാർ വിളിക്കാറുണ്ട്, ഒരുപാട് പേരെന്നെ വിളിക്കാറുണ്ട്. കാരണം സാറിന് CM-ന് ഫോണില്ല. അപ്പോൾ എൻ്റെ ഫോണിലോ ഗവൺമെൻറ്മാരുടെ ഫോണിലൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോൺ വിളിച്ചത് എൻ്റെയാണ്. അപ്പോൾ ആ ഒരു ഇതാണ് ഇതിലുണ്ടായ ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ ഈ വിധി വന്നു കഴിയുമ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടി ഓർമ്മ ദിനം വരികയാണ്. അതെ. അപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ആണെങ്കിൽ ഓർമ്മ? ഞാൻ പറഞ്ഞല്ലോ, ഉമ്മൻചാണ്ടി സാറിനെ ബലിയാടാക്കാൻ വേണ്ടിയാണ് എന്നെ കുടുക്കിയത്. കാര്യം ഉമ്മൻചാണ്ടി സാർ ഗൾഫിൽ പോകുന്നു, ബേറിൽ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നു, തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്നെ അറസ്റ്റ് ചെയ്യുമ്പോൾ പുള്ളി രാജിവെക്കും. അപ്പോൾ ആരെങ്കിലും മുഖ്യമന്ത്രി ആവാമെന്നുള്ള ചിന്ത എനിക്കറിയില്ല അതിനെക്കുറിച്ച്. എന്നാലും എന്നെ ബലിയാടാക്കിയത് അതിന് വേണ്ടിയാണെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് തന്നെയാണ്. ഒരുപാട് ഗൂഢശ്രമങ്ങൾ അതിന് പിന്നിലുണ്ടായിരുന്നു. സംശയം എന്താണ്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാര്യം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. കാര്യം എനിക്കെതിരെ ഞാൻ 60 ദിവസം ജയിലിൽ കിടന്നു. എനിക്കൊരു തെളിവില്ല. ഞാൻ പൈസ വാങ്ങിച്ചാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു പൈസയില്ല, എനിക്ക് ഭൂമിയില്ല. അന്ന് PC ജോർജ് പറഞ്ഞ കാര്യം വാചകമുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എനിക്ക് 3 എങ്ങാണ്ട് 100 ഏക്കർ ഭൂമിയുണ്ടൊക്കെ പറയുന്നത് PC ജോർജ് പറഞ്ഞ ഒരു വാചകമുണ്ട്. എൻ്റെ പേരിൽ ഇന്നുവരെ ഒരു സെൻറ്റ് ഭൂമിയോ എനിക്ക് ബാങ്ക് ബാലൻസോ ഇല്ല. ആകപ്പാടെ എൻ്റെ 10,000-5,000 രൂപ കാണും ബാങ്കിൽ. അതിൽ കൂടുതൽ എൻ്റെ കയ്യിലില്ല. ഈ കൃഷി സമയത്തൊക്കെ അല്ലെങ്കിൽ ജയിലിൽ കിടന്ന സമയത്തൊക്കെ എങ്ങനെയായിരുന്നു ഒരു പോരാട്ട വീര്യം തിരിച്ചു വരാനുള്ളത്? ജയിലിൽ കയറി കഴിഞ്ഞ് പോരാട്ട വീര്യം കാര്യം പിന്നെ പോരാടിയത് എൻ്റെ വൈഫും എൻ്റെ ഫാദർ ലോയും എൻ്റെ വക്കീലും എൻ്റെ സുഹൃത്തുക്കളൊക്കെ ആയിരുന്നു. അവരാണ് ഡെയിലി പിന്നെ രാവിലെ വരിക, ഹൈക്കോടതി പോകുക, വൈകിട്ട് വീണ്ടും വരിക, വീണ്ടും പിന്നെ രാവിലെ പോവുക. അങ്ങനെ 19 ദിവസം അവർ ഹൈക്കോടതി ഇതിനു വേണ്ടി ഓടി കിടന്നു. മാനസികമായിട്ട് ഒരുപാട് തളർന്നു. സംശയം എന്തായാലും. കാര്യം നിങ്ങൾ ആലോചിച്ചോണം, എറണാകുളം വരെ പോകണമെങ്കിൽ രാവിലെ ഇവിടെ വന്ന് വൈകുന്നേരം 6-7 മണി ഇവിടെ വന്നിട്ട് വീണ്ടും വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് വീണ്ടും ഹൈക്കോടതി ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വക്കീലിൻ്റെയും എൻ്റെ വൈഫിൻ്റെയും എൻ്റെ ഫാദറിലൂടെയൊക്കെ ആ മാനസിക, എൻ്റെ വീട്ടുകാരുടെയൊക്കെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക. പിന്നെ എൻ്റെ മാനസികം, ഞാൻ ജയിലിൽ കിടക്കുന്നത് 69 ദിവസം ജയിലിൽ കിടന്നവനാണ്. അവിടെയുള്ള ജയിൽ ഉദ്യോഗസ്ഥർക്കറിയാം ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നൊക്കെ. അന്ന് വാർത്തകൾ പലതായിരുന്നു. അത് വാർത്ത പോയി, അത് സ്വാഭാവികമായിരിക്കാം. ഞാൻ പറഞ്ഞ സാർ മാനസികമായി ഒരുപാട് തളർന്നുപോയി. ഒരുപാട് ക്രൂശിക്കപ്പെട്ടു. അതിന് ആരുടെ കയ്യിൽ നിന്നും സഹായമില്ല. ഞാനിപ്പോൾ കടകടം വാങ്ങിച്ചാണ് കേസ് നടത്തിയത്. മനസ്സിലായില്ലേ? എൻ്റെ പെൻഷൻ പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പം വീണ്ടും കൊടുത്തിരിക്കുകയാണ് അപേക്ഷ. കിട്ടുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഒരുപാട് ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ അതൊക്കെ ആ സമയത്ത് എപ്പോഴെങ്കിലും ഉപകരിച്ചിരുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും സഹായം ചോദിക്കാൻ പോയിട്ടുമില്ല, ചോദിച്ചിട്ടുമില്ല. ആരും സഹായിച്ചുമില്ല. സഹായിക്കേണ്ട ഒരാൾ ഉമ്മൻചാണ്ടി സാറായിരുന്നു. പക്ഷേ പുള്ളി ആ കാലത്തിൽ വിട്ടുപോയി. പിന്നെ ഞാനത് ആരോട് പറയാൻ വേറെ ആരും നമ്മൾ സഹായിക്കാറില്ല. ആരും പാർട്ടിക്കാരെല്ലാം എൻ്റെ ശത്രുക്കളെ പോലെ കാണുന്നത്. കാരണം ഞാനെന്തോ തെറ്റിയത് പോലാണ് ആരെന്നെ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ ബഹുമാന ഹൈക്കോടതിയിൽ നിന്ന് എനിക്ക് അനുകൂല വിധി കിട്ടിയതുകൊണ്ട് ഞാൻ അത് സന്തോഷിക്കുന്നു. ഇപ്പോൾ ജനങ്ങൾക്കെങ്കിലും മനസ്സിലാക്കാണ് ഞാൻ എന്താ ചെയ്തെന്നുള്ളത്. ഈ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിലൊരു രാഷ്ട്രീയ ഇടപെടലുണ്ടായിരുന്നൊക്കെ തോന്നിയിരുന്നില്ലേ ജയിലിലായിരുന്ന സമയത്തൊക്കെ? ഉമ്മൻചാണ്ടി സാർ ഗൾഫിൽ പോകുന്ന സമയത്താണ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. 2013 ജൂൺ 10 ഈ വാർത്ത ഫസ്റ്റ് വരുന്നത്. ജൂൺ 13 ഞാൻ രാജിവെക്കുന്നു. ഞാൻ വീട്ടിൽ പോരുന്നു. 27 സാർ ഗൾഫിലേക്ക് പോകുന്നു. 29 തിരിച്ചു വന്നില്ല പോകുന്നത്. ഞാൻ കൂടെ പാനിരുന്നു. എനിക്ക് ടിക്കറ്റ് എടുത്തതാണ്. എൻ്റെ ഫ്രണ്ട്സ് അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് തന്നതാണ്. പക്ഷേ പോകാൻ പറ്റിയില്ല.
ഈ ചോദ്യം ചെയ്യുന്ന സമയത്ത് IG ഹേമചന്ദ്രൻ മുഖത്തടിച്ചെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? 27-ാം തീയതി വൈകുന്നേരം കോട്ടയം DSP എന്നെ വിളിക്കുന്നു. യുവപ്പൻ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. നാളെ ചെങ്ങന്നൂർ DSP ഓഫീസർ പറഞ്ഞു. ഞാൻ വരാം. അപ്പോൾ ഞാൻ ഓഫീസിൽ ചോദിച്ചു, സാറേ എങ്ങനെ പോകണോ? അപ്പോൾ കുഴപ്പം ചോദ്യം ചെയ്യാനല്ലേ കൊള്ളാൻ പറഞ്ഞു. ചെന്ന് കയറിയപ്പോൾ വലിയ ട്രാപ്പ് മനസ്സിലാവുന്നത്. അതിൽ ചോദ്യം ചെയ്യില്ല. ആകെപ്പോൾ അരമണിക്കൂറാണ് ചോദ്യം ചെയ്തത്. പിന്നെ എന്നെ ഒരു റൂമിൽ വിളിച്ചിരുന്നു. ഒരു 3:30 മണിയാകുമ്പോഴത്തേക്ക് ചെങ്ങന്നൂർ DSP വന്ന് ഫോൺ പിടിച്ച് വാങ്ങുന്നു. അയച്ചു കഴിയുമ്പോൾ മല്ലൽ ശ്രീധരനാർ വരുന്നു. പുള്ളി അറിയാമെന്ന് ചോദിക്കും. ഞാൻ സാറേ എനിക്ക് അറിയില്ല എന്ന് പറയും. ഇതാണ് മല്ലൽ ശ്രീധരൻ. അപ്പോൾ ഞാൻ ഇപ്പോൾ മനസ്സിലായാളെ ഞാൻ ഒരു വർഷം കണ്ടിട്ടുണ്ട് പുള്ളിയെന്ന് പറയും. അപ്പോൾ പിന്നെ പുള്ളിയോട് നിങ്ങൾ വിൽക്കൊള്ളാൻ പറയും. പുള്ളി ഇറക്കി വിട്ടു. ഉച്ച കഴിയുമ്പോൾ ഹേമേന്ദ്രൻ വന്നിട്ട് ചോദിക്കുന്നു. ഞാൻ മറുപടി എന്തോ പറഞ്ഞോ ഇല്ലെന്ന് അറിയില്ല, എന്തോ പറഞ്ഞു. എല്ലാവരും അടിച്ചു പുള്ളി. നമ്മൾ സാർ എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളി ഒന്നും മിണ്ടില്ല. പുള്ളി നേരെ മറ്റേവരെ വിളിച്ചുകൊണ്ട് നേരെ ഇറങ്ങിപ്പോയി പത്രക്കാരെ കണ്ട് പറയുന്നു യുവപ്പനെ അറസ്റ്റ് ചെയ്തു. ഇതാണ് സംഭവിച്ചത്. എന്നാൽ എന്ത് തെളിവുണ്ടെന്ന് എന്ത് ചെയ്തെന്നോ ഒന്നും ഇവർ പറയുന്നില്ല. മല്ലൽ ശ്രീധരൻ പറഞ്ഞത് ഞാൻ കാരണമാണ് 40 ലക്ഷം രൂപ കൊടുത്തതെന്നാണ് പുള്ളിയുടെ മൊഴി. ഞാൻ അങ്ങനെ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് കമ്പനി നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുമില്ല. അങ്ങനെ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഏതോ പുള്ളിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യിച്ചതാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. ഈ IG ഹേമചന്ദ്രൻ മുഖത്തടിച്ച കാര്യം പറഞ്ഞല്ലോ, നേരത്തെയും പറഞ്ഞിരുന്നു പത്രസമ്മേളനങ്ങളിലൊക്കെ. പിന്നെ നിയമപരമായിട്ട് വല്ലതും പോകണമെന്ന് അങ്ങനെ തോന്നിയിരുന്നു? ഞാൻ വക്കീലോട് ആലോചിച്ചിട്ടുണ്ടോ, ഇതിൻ്റെ ഓട്ടം കിട്ടിക്കോട്ടെ, കഴിഞ്ഞ് വക്കീലോട് ആലോചിച്ചെന്തോ നമ്മൾ തീരുമാനിക്കും. താങ്കളെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടിക്കൊപ്പം ഒരുപാട് നാൾ പ്രവർത്തിച്ച വ്യക്തിയാണ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള? അല്ല, ഉമ്മൻചാണ്ടി സാറിന് വ്യക്തി എനിക്ക് മറക്കാൻ പറ്റത്തില്ല. ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല. കാര്യം ഞാൻ മാറിവാന സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് KSU പ്രവർത്തനങ്ങളിൽ നിന്ന് ബന്ധപ്പെട്ട് പിന്നെ സെക്രട്ടേറിയറ്റിനിടയിലും ഒരുപാട് സമരങ്ങൾ പങ്കെടുത്ത മനുഷ്യനാണ്. KSUവിലെ യൂത്ത് കോൺഗ്രസ് ഒരുപാട് സംഘങ്ങളിൽ പങ്കെടുത്ത മനുഷ്യനാണ് ഞാൻ. ഒരുപാട് അടികൾ കൊണ്ടിട്ടുണ്ട്. എൻ്റെ കൈ ഇപ്പോഴും ഒടിഞ്ഞാണ്ട് അതിൻ്റെ പാട് ഇപ്പോഴും ആ ഒടിഞ്ഞ് കൈ ഇപ്പോഴും ഇരിക്കുക. പ്ലാസ്റ്റർ ഇട്ട് അവർ നേരാക്കിയിട്ടില്ല. 2002 അങ്ങനെയാണെന്ന് തോന്നുന്നു. ഞാൻ എന്നും കോൺഗ്രസ്സുകാരനായിരിക്കും, ഇന്നും കോൺഗ്രസ്സുകാരനാണ്. പക്ഷേ ഞാൻ പറഞ്ഞു ഇതിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് എനിക്ക് മനസ്സിലായി. എന്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് 100% ഉറപ്പാണ്. കാര്യം ഇല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ പോയ സമയം നോക്കി എന്നെ ചോദ്യം ഞാൻ വിളിക്കുന്നു. അപ്പം അതിനകത്ത് ഹേമേന്ദ്ര സാറിന് എന്തോ ഒരു അജണ്ട ഉണ്ടായിരുന്നു എന്നുള്ളത് 100% ഉറപ്പാണ്. കാര്യം ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടാവില്ല. അല്ലെങ്കിൽ ഒന്ന് അതിന് മുമ്പ് വിളിക്കാമായിരുന്നു, അല്ലെങ്കിൽ സാർ വന്നിട്ട് എന്നെ വിളിക്കായിരുന്നു. അപ്പോൾ ആ സമയം നോക്കി വിളിക്കുമ്പോഴത്തെ ആ ഒരു ഗൂഢാലോചന അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്കും അറിയാമല്ലോ സംഭവം എന്താണെന്നുള്ളത്. ശത്രുക്കൾ പുറത്തല്ല അകത്താണെന്നൊരു പരാമർശം ഏറെ ചർച്ചയായി. എന്താണ് ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചത്? ഈ അകത്തെന്ന് പറയാൻ കാര്യം പറഞ്ഞ് ഹേമേന്ദ്ര സാറിന് അന്വേഷണ ഉദ്യോഗസ്ഥൻ പുള്ളിയായിരുന്നു. തുറന്നു പറയാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടോ? ഞാനിപ്പം അതിനെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ഹേമേന്ദ്ര സാർ ഈ ഒരു സ്ഥിതി ചെയ്തപ്പോൾ മനസ്സിലായില്ലേ, ഒരു അതിൻ്റെ പുള്ളിക്കുണ്ടായിരുന്നു മനസ്സിലായില്ലേ. കാര്യം എനിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പില്ല, ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ല, പൈസ മേടിച്ചെന്നില്ല, ഒരു പാരിതോഷികം വാങ്ങിച്ചെന്നില്ല. ഞാൻ 9 വർഷക്കാലം മുമ്പ് ഞാൻ സാറിന് ജോലി മനുഷ്യനാണ്. ഞാൻ ആരുടെയും കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിച്ചിട്ടുമില്ല, ഇനി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഞാനുള്ളത് കൊണ്ട് ജീവിക്കുന്ന ആഗ്രഹം മനുഷ്യനാണ് ഞാൻ. ഉള്ള ശമ്പളം കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നതാണ്. അല്ല, ഞാൻ ആരുടെ കയ്യിൽ നിന്ന് ഒരു സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടാക്കുക, സാമ്പത്തിക പൈസ വാങ്ങിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. പക്ഷേ പെടുത്തിയെന്നല്ലേ 100% ഉറപ്പല്ലേ. അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സാർ പോയ സമയം നോക്കി എന്നെ ഞാൻ ചോദ്യം ചെയ്യാൻ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു അജണ്ട ഉണ്ടെന്നുള്ള മനസ്സിലായില്ലേ. ഇതിൻ്റെ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്നുള്ള 100% ഉറപ്പല്ലേ. ഒറ്റപ്പെടുത്തുക എന്ന ലക്ഷ്യമായിരുന്നു. ഒറ്റപ്പെടുത്തുമല്ല, ക്രൂശിക്കുക. കാര്യം ഞാൻ അകത്ത് പോയാൽ ഉമ്മൻചാണ്ടി സാർ രാജിവെക്കും ഒക്കെ ചിന്തയായിപ്പോൾ പലർക്കും. അതാണ് ഇതിനെ പറ്റിയത്. ഈ ഉമ്മൻചാണ്ടി സാർ നേരിട്ടൊരു മാനസിക സമ്മർദ്ദം ഈ കേസിൻ്റെ സമയത്ത് എല്ലാം നേരിട്ട് കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം കടന്നുപോയ നാൾ വഴികൾ എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2013 ജൂൺ 13 ഞാൻ രാജിവെച്ചാൻ പോകുന്നു. അതിനുശേഷം കേസ് ഇങ്ങനെ ചാനലുകളിൽ വാർത്ത വന്നുകൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ആ മനുഷ്യൻ അനുഭവിച്ച വേദനയ്ക്ക് ഒരു എന്ത് പറയുന്നത്, അതിന് മറുപടി പറയാൻ പറ്റില്ല. കാര്യം അദ്ദേഹം അത്രയ്ക്ക് വിഷമിച്ചു പോയി. കാര്യം കൂടെ നിന്നവർ പോലും അദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തു എന്നൊരു ചിന്ത പുള്ളിക്കുണ്ടായിപ്പോയി. മനസ്സിലായില്ലേ. കാര്യം ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ 7 മണിക്ക് ഓഫീസിൽ വന്ന് രാത്രി 1 മണി വരെ ജോലി ചെയ്ത് പോകുന്നൊരു മനുഷ്യൻ ഈ ഒരു പെട്ടെന്നൊരു സംഭവം ഉണ്ടായപ്പോഴത്തേക്ക് കൂടെ നിന്ന് ചതിച്ചു എന്ന് ചിന്ത വന്നപ്പോഴത്തേക്ക് മാനസികമായി പുള്ളി തകർന്നു പോയി. അത് കാരണമാണ് പുള്ളിക്ക് അസുഖങ്ങളെല്ലാം വന്നത്. അല്ലെങ്കിൽ പുള്ളി കുറച്ച് അവിടെ ജീവിച്ചു പോകാനെ. ഇതാണ് സംഭവിച്ചത്. എനിക്ക് ഇപ്പോഴും ഒരു ഊർജ്ജസ്വലനായ സംശയം എന്താണ് 100%. ഈ ഒരു 13 വർഷത്തെ നിയമ പോരാട്ടം എങ്ങനെ ജീവിതത്തെ മാറ്റിമറിച്ചു? ജീവിതത്തെ മാറ്റിമറിച്ചെന്ന് ചോദിച്ചാൽ, അപ്പോൾ എന്നോട് പലരും പറഞ്ഞിട്ടാ നീ എല്ലാം തുറന്ന് പറയാൻ എന്നോട് ഒരുപാട് പേര് പറഞ്ഞു. ഞാൻ പറയത്തില്ല, എൻ്റെ ജീവൻ പോലും ഞാൻ പറയത്തില്ല. കാര്യം എനിക്ക് ആ മനുഷ്യനാണ് എനിക്ക് ജോലി തന്നത്, എന്നെ ലോകം അറിയുന്ന മനുഷ്യനാക്കി മാറ്റിയത് ആ പുള്ളിയാണ്. അപ്പോൾ ആ പുള്ളി വിട്ട് കൊടുക്കുന്ന പണി ഞാൻ ചെയ്തത് ശരിയല്ലല്ലോ. കാരണം എനിക്കൊരു ഒരു നേരത്തെ ആഹാരം വാങ്ങിക്കാനുള്ള ഇത് തന്നതും എനിക്ക് ജോലി തന്നതെല്ലാം പുള്ളിയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റാണെന്ന് 100% ഉറപ്പുണ്ടാകുമ്പോൾ ഞാൻ ഒന്നും പറയാൻ പോയി. ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഞാൻ പറയത്തില്ല. കാര്യം വരട്ടെ, സമയം വരും, ആ സമയത്ത് പറയാം. ഇപ്പം ഞാൻ അതിന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോഴും പല കാര്യങ്ങളും തുറന്നു പറയാറില്ല. ഇപ്പോഴും പല കാര്യങ്ങളും പറഞ്ഞില്ല. കഴിഞ്ഞ 13 വർഷം ഞാൻ അനുഭവിച്ചില്ല, ഇനിയിപ്പോൾ കുറച്ചുകൂടെ അനുഭവിക്കാം. അല്ല അപ്പം എന്ത് ചെയ്യുന്നത്? ഇപ്പം ബഹുമാന ഹൈക്കോടതിയിൽ നീതി കിട്ടി, എന്നാലും മാനസിക വിഷമം മാറത്തില്ലല്ലോ. ഇത്രയും നാൾ അനുഭവിച്ച വേദന മാറത്തില്ലല്ലോ. ഇനി ഒരു തുറന്നു പറച്ചിലോട്ട് എത്താതെ പിടിച്ചിരിക്കാനുള്ള കാരണം എന്തൊക്കെയായിരിക്കും?
അല്ല ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരാളെ വ്യക്തിപരമായി ക്രൂശിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ എനിക്ക് പണ്ടേ പറയാമായിരുന്നു. പക്ഷെ ഇപ്പോൾ 13 വർഷം അനുഭവിച്ചതിനൊക്കെ ഇനി ഒന്ന് ആ നാട്ടുകാരറിയണമെന്നൊരു ആഗ്രഹം അല്ല അത് തോന്നിയിട്ടില്ല? ഞാൻ പറഞ്ഞല്ലോ, അതിന് സമയം വരും. ഇപ്പം ഞാൻ പറഞ്ഞു സമയം വരുമ്പോൾ ഞാൻ പറയാം. ഞാനല്ല നിങ്ങളെല്ലാം വിളിച്ച് ഞാൻ പറയാം. അതിന് കാത്തിരിക്കുകയാണ് അതിന് വേണ്ടി. ഞാൻ കാത്തിരിക്കുക. കാര്യം പറഞ്ഞല്ലോ, എനിക്ക് ഒരു എന്ത് പറയുന്നത്, ഞാൻ ഒരാളെ ഒറ്റിക്കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഒരു പരിധി കൂടുതൽ മനുഷ്യൻ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. നീ കുറച്ചുകൂടെ പിടിച്ച് ഞാൻ നോക്കാം, നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ പിന്നെ തീരുമാനിക്കാം. ആ പറയുന്നവർ ഇപ്പോഴും ക്രൂശിച്ചുകൊണ്ടിരിക്കുകയാണ്. സംശയം എന്താ അതിന്? കാര്യം ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു, ഞാൻ KSUക്കാരനായിരുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. പക്ഷേ എനിക്കൊരു പാർട്ടിയിൽ നിന്ന് സഹായം ഉണ്ടായിട്ടില്ല. ഈ കൂടെ നിൽക്കുമെന്ന് വിചാരിച്ചിട്ട് തിരിച്ചു കുത്തിയവരുണ്ടോ? സംശയം എന്താ? ഒരുപാട് പേരുണ്ട്. അവരെയും പറ്റി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, സമയം വരട്ടെ. ചൂടെ കാത്തിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇത്രയും 13 വർഷം അനുഭവിച്ചില്ലേ. ചൂട് അനുഭവിച്ചിട്ട് ഞാൻ പറയാം. എന്തായാലും ചെയ്തവർക്ക് സന്തോഷിക്കട്ടെ. കാര്യം ഇത്രയും നാൾ ക്രൂശിച്ചവർ സന്തോഷിക്കട്ടെ. അവർ ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടാവും. അന്ന് സന്തോഷിച്ചു, ഇന്ന് സന്തോഷിക്കുന്നു. അവർ സന്തോഷിക്കട്ടെ. ഈ കേസിൻ്റെ തുടക്കം തൊട്ട് ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞ കാര്യങ്ങൾ എന്തായിരിക്കും ഞങ്ങളോട്? പുള്ളിക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. കാര്യം ഞാൻ വിളിച്ചതിനോട് ശരിയാ സംഭവിച്ചു. ഫോൺ വിളിക്കുന്നത് പുള്ളിക്ക് വേണ്ടിയാണ് ഫോൺ വിളിക്കുന്നത്. അല്ല, ഞാൻ ആർക്കും വേണ്ടി ഫോൺ വിളിക്കാറില്ല. കാര്യം എൻ്റെ ഫോണിൽ വിളിക്കും, ഗൺമാന്മാരെ ഫോണിൽ വിളിക്കും, ജിക്കുവിൻ്റെ ഫോണിൽ വിളിക്കും, ആർക്കയുടെ ഫോണിൽ വിളിക്കും. അങ്ങനെ പലരുടെ ഫോണിൽ വിളിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഫോൺ വിളിച്ചത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ക്രൂശിക്കപ്പെട്ടു. ഈ ഫോൺ വിളിച്ചത് മാത്രമാണ് എൻ്റെ പേര് തെറ്റ്. പിന്നെ സാമ്പത്തിക തട്ട് നടത്തിയെന്ന് പറയുന്നത് ഞാൻ പ്രേരിപ്പിച്ചു എന്നാണ് ശ്രീനാഥ് കൊടുത്ത പരാതി. അതിലാണ് ഞാൻ അറസ്റ്റ് ചെയ്തത്. അല്ല, എൻ്റെ ഞാൻ സാമ്പത്തികം മേടിച്ചെന്നോ ഒന്നും ഒരു കേസിലും പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാർ ഇതുവരെ ഹേമേന്ദ്ര സ്ഥാനം കണ്ടെത്താൻ പോലും ആയിട്ടില്ല. അത് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അറസ്റ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് പുള്ളി ഇതുവരെ പറഞ്ഞിട്ടുമില്ല. മനസ്സിലായില്ലേ? കാര്യം 69 ദിവസം ഞാൻ ജയിലിൽ കിടന്നത് എന്തിനാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കേസിലൊരു സെറ്റിൽമെൻറ്റ് വരുന്നത് എങ്ങനെയാണ്? സെറ്റിൽമെൻറ്റ് വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കേസ് അടക്കം പത്തനംതിട്ട കോടതിയിലാണ്, 1ാം ക്ലാസ് മജിസ്ട്രേറ്റാണ്. പക്ഷേ അവിടെ ഇപ്പോഴും കേസ് വിചാരണ തുടങ്ങിയിട്ടില്ല. സോണിയ എന്ന് പറയുന്നത് എൻ്റെ വക്കീൽ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് ഫയൽ ചെയ്തു. ഇതിന്ന് വിഡ്രോ ചെയ്യണം പറഞ്ഞിട്ട് അപ്പോൾ ഫയൽ ചെയ്തു. ഫയൽ ചെയ്തപ്പോഴത്തേക്ക് ഈ സ്ഥിരനാരുടെ വക്കീൽ എന്നോട് കോടതി ചോദിച്ചു എന്താണ് ഇത്. അപ്പോൾ പുള്ളി പറഞ്ഞു ഞങ്ങൾക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല. കാര്യം ശാരീരികമായും ഒക്കെ പുള്ളിക്ക് അസുഖമൊക്കെ ഉള്ളതാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. താല്പര്യമില്ല എന്ന് കോടതി അറിയിച്ചു. അങ്ങനെയാണ് കോടതി ഈ കേസ് ഇന്ന് തന്നെ ഒഴിവാക്കി തരുന്നത്. അങ്ങനെ ടെന്നി ജോബിനുമായിട്ടുള്ള കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പുള്ളി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ കോടതി ഒഴിവാക്കി. സോളാർ കേസ് മൊത്തത്തിൽ എങ്ങനെയാണ് അതിൻ്റെ നാൾ വഴികളെക്കുറിച്ച് ഓർക്കുന്നത്? അല്ലെങ്കിൽ ആ ഒരു കേസ് കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം 1-2 മാസക്കാലം കേരളം കത്തിയില്ലേ? ആരും വെറും ഒരു വിഷയം ഉണ്ടാക്കിയത്, അത് ഒന്നുമില്ലാത്തൊരു കേസിന്. അപ്പോൾ വല്ലവരും തട്ടിപ്പടത്തിന് ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറോ ഞാനോ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം മുഖ്യമന്ത്രി ഓഫീസിൽ അല്ലെങ്കിൽ മന്ത്രിമാരുടെ ഓഫീസിൽ പല ആൾക്കാർ വരും. മനസ്സിലായില്ലേ? അപ്പം ഒരു 10,000 ആൾക്കാർ നിൽക്കുന്നിടത്ത് ഏതെങ്കിലും ഒരു കള്ളി ചെയ്യാന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ അതിനകത്ത് വേറെ കാര്യമുണ്ട്. അതിനകത്ത് ഷീജ എന്ന് പറഞ്ഞ പോലീസുകാരി ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഓഫീസിൽ. ഇപ്പം വിമർശനം കണ്ടാന്ന് തോന്നി, അറിയില്ല. ഈ സരിതയെക്കുറിച്ച് ഇവർക്ക് നേരത്തെ അറിയാമായിരുന്നതാണ്. കാര്യം കോടിയേരി ബാലകൃഷ്ണൻ മന്ത്രിയായ സമയത്ത് ഇവർ ജയിലിൽ കിടന്നിട്ടുള്ളതാണ്. ജയിലിൽ കിടന്നാണ് ഇവർ ഇളയ കൊച്ചിനെ പ്രസവിക്കുന്നത്, ഈ സരിത. അന്ന് ഇവർ കൂട്ടുന്നത് ഈ ഷീജ എന്ന് പറയുന്ന പോലീസുകാരിയാണ്. പക്ഷേ ആ പോലീസുകാരിക്ക് അറിയായിരുന്നു ഇവർ കള്ളിയാന്ന്. അവർ നേരെ ഒന്ന് PSനോടോ CMനോടോ പറഞ്ഞിരുന്നുവെങ്കിൽ, അവിടെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് അവർ അകത്താവുന്ന ഈ വിഷയം ഉണ്ടാകത്തുമില്ലായിരുന്നു. അത് ഷീജ മറച്ചു വെച്ചു. ഷീജാദാസ് എന്നാണ് അവരുടെ പേര്. അവരത് അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇങ്ങനെ കേസ് ഉണ്ടാകത്തുമില്ല, ഇങ്ങനെ വിഷയം ഉണ്ടാകത്തുമില്ല. ഉമ്മൻചാണ്ടി സാറിന് ജീവിക്കുകയും ചെയ്തേനെ. കേസ് മാറി പറഞ്ഞേനെ. ഉമ്മൻചാണ്ടിൻ്റെ കുടുംബത്തിൻ്റെ പിന്തുണ എങ്ങനെയായിരുന്നു? അല്ല, ഞാനവിടെ ഡ്യൂട്ടി സമയത്ത് ഞാനവിടെ വലിയ കാര്യമായിരുന്നു. ഞാൻ വീട് വേണം നല്ല സഹകരണമായിരുന്നു. അതിന് മോനെ പോലെയാണ് ചേച്ചിയൊക്കെ കണ്ടിരുന്നത്. അച്ചുവായാലും മറിയായാലും സഹോദരൻ പോലെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ കേസ് വന്നതിന് ശേഷം പിന്നെ അവർ എന്നെ ഒരു കള്ളനെ പോലെയോ ഒക്കെ കാണാൻ തുടങ്ങി. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് തെറ്റും ചെയ്തിട്ടില്ല. എനിക്ക് 100% ഇപ്പോഴും വിശ്വാസമുണ്ട്. ഞാൻ അവരെ ഒരു കുടുംബത്തിനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എൻ്റെ ഒരു അമ്മയെ പോലെ അല്ലെ ആ രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ മറിയായാലും അച്ഛനെ ആയാലും സൗകര്യമാരെ പോലെ കണ്ടിട്ടുള്ളൂ. ഞാനല്ലാതെ വേറെ ഒരു ഇതിനും പോയിട്ടില്ല. പിന്നെ അവർക്ക് കേസ് വന്നതിന് ശേഷം അവർക്ക് ഞാൻ കാരണമാണ് ഇത് വന്നതെന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നവർ തോന്നുന്നു. അവരെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. ഇനിയെങ്കിലും മാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നീട് ചാണ്ടിയുമ്മനായിട്ട് സംസാരിക്കുക ശ്രമം നടത്തിയിട്ടില്ല അവിടെ നിന്ന്? അല്ല, ചാണ്ടിയുമ്മ സംസാരിച്ചിട്ട് കാര്യമില്ല. കാര്യം പുള്ളിക്ക് എന്നോട് ഭയങ്കര ശത്രുതയാണ്. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു ഈ കേസ് ഒന്നുണ്ടായിരിക്കും, ഞാൻ കാരണമായി വന്നതെന്നുള്ള ആയതുകൊണ്ടായിരിക്കും പുള്ളി ചിലപ്പോൾ. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷേ ക്രൂശിക്കപ്പെട്ടത് അങ്ങാണല്ലോ. അതെ. എന്നിട്ട് എന്തുകൊണ്ടായിരിക്കും ഞാൻ പറഞ്ഞില്ല, അവരോട് ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത് വേറെ രീതിയിലാണ്. അവരോട് എന്നെ അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം അവർ ഇപ്പം മാറ്റി. കാര്യം അവർക്കിപ്പോൾ എന്നെ വെറുപ്പാണ്. ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചെന്നുള്ളതാണ് അവരുടെ ചിന്ത. ഞാനും എൻ്റെ കുടുംബം അനുഭവിച്ച വേദന അവർക്കറിയത്തില്ലല്ലോ. ഈ നിയമ പോരാട്ടത്തിനിടയ്ക്ക് ഒരു ഘട്ടത്തിലും അവർ ബന്ധപ്പെടുകയില്ല? ആരും ആഗ്രഹിച്ചിരുന്നു അവർ വിളിക്കണമെന്നോ ചാണ്ടിയുമ്മനായിട്ട് സംസാരിക്കണമെന്നൊക്കെ? സംസാരിക്കണമെന്ന് എനിക്ക് അറിയാമല്ലോ. പിന്നെ അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. കാര്യം അവരന്ന് മുതലേ എന്നെ ശത്രുവായി കണ്ടു കഴിഞ്ഞു. പിന്നെ ഇതിന് ഞാൻ ബന്ധപ്പെടാൻ വേണ്ട കാര്യമില്ല എനിക്ക്. ആ തെറ്റിദ്ധാരണ മാറ്റണമെന്നുണ്ടോ? ഇനിയിപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർക്ക് എങ്ങനെയാണെന്നോ അവർ ചിന്തിച്ചോട്ടെ, നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഈ സോളാർ കേസിൽ ഇനിയും പുറത്തു വരാത്ത ഒരുപാട് സത്യങ്ങളുണ്ടെന്ന് കരുതുന്നില്ലേ?
ഇന്നത്തെ എന്താ പുറത്ത് വന്നിട്ടുള്ളത്? ഒന്നും വന്നിട്ടില്ല. അത് നിങ്ങൾ എ ഡി ജി പി ഹേമേന്ദ്ര സാറിന് ചോദിക്കുക, പുള്ളിയിലെ അതിൻ്റെ അന്വേഷണ തലവൻ, പുള്ളിയോട് ചോദിക്കുക എന്താണെന്നുള്ളത്. എനിക്ക് അത് പറഞ്ഞ ഞാൻ ആളല്ല. കാര്യം എന്നെ പിടിയാലാക്കി ഞാൻ ജയിലിൽ കിടന്നുള്ള എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല. വരണ്ടേ സത്യങ്ങൾ പുറത്ത്? വരണമെന്ന് 100% ആഗ്രഹമുണ്ട്. അതുമല്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്ന് എന്താ എനിക്കെതിരുള്ള കേസെന്ന് ഇതുവരെ ഹേമേന്ദ്രൻ സാർ പറഞ്ഞിട്ടില്ലോ. പുള്ളി ഇനിയെങ്കിലും പറയട്ടെ എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്തെന്നുള്ളത്. അതെന്താ പുള്ളി പറയാത്തത്? പുള്ളി എന്നെ ചോദിച്ച് ഞാൻ വിളിക്കുന്നു, വൈകുന്നേരം ഇറങ്ങി പറഞ്ഞാൽ ജോബിനെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നല്ലാതെ വേറെ ഒന്നും പുള്ളി ഇത് പറഞ്ഞിട്ടില്ല. നിങ്ങളോടും പറഞ്ഞിട്ടില്ല പുള്ളി ഇതുവരെ. ഇതിനകത്ത് സംഭവം എന്ന് പറയുന്നത് മലയിൽ ശ്രീനാഥ് പറഞ്ഞേക്കുന്നത് ഞാൻ കാരണമാണ് 40 ലക്ഷം രൂപ കൊടുക്കുക എന്നതാണ് ഒറ്റ ആരോപണമാണ് എനിക്ക് തരുന്നത്. സാന്ത പ്രേരണ കുറ്റം അതാണ് എനിക്ക് ചെയ്തിട്ടുള്ളത്. അതിനിങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിടേണ്ട ആവശ്യമുണ്ടോ? ഇതിലും വലിയ എത്രയോ കുറ്റവാളികൾ പുറത്തിറങ്ങി നടക്കുന്നു. അത്രയും എം എൽ എമാർ ഈ സരിതയ്ക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. സോളാർ സ്ഥാപിക്കണം പറഞ്ഞിട്ട് എത്രയോ എം എൽ എമാർ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരാളെ അപ്പോൾ എന്നെ ബലിയാടാക്കി എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അതവർ സാധിച്ചു. അതേ ഉള്ളായിരുന്നു ഒരു ലക്ഷ്യം. ഹേമന്ത് സാറിൻ്റെ അജണ്ട ഉണ്ടായിരുന്നു. അത് എന്നെ അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അത് പുള്ളി സാധിച്ചു. ആരെയോ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആയിരിക്കാം, എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ ഇടപെടൽ തന്നെയാണ്. സംശയം എന്താണ്? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? കാര്യം ഉമ്മൻചാണ്ടി സാർ ഗൾഫിൽ പോകുന്ന സമയം നോക്കി എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർ അതിൻ്റെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അതിന് മുമ്പ് സമയമുണ്ടായിരുന്നു, അതിന് ശേഷം സമയമുണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസം തന്നെ നോക്കി എന്നെ പിടിച്ചില്ലേ? അപ്പോൾ ഒരു അതിൻ്റെ ഉണ്ടെന്നുള്ള 100% ഉറപ്പല്ലേ? അന്നത്തെ ഒരു രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്, ഒരുപാട് ഇടപെടലുകൾ സംഭവിച്ചു. എങ്ങനെയാണ് സരിത കേസിൽ ജോബൻ വരുന്നത്? ഈ മലയിൽ ശ്രീനാരെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഈ സരിതായ സ്നാരി ദിവസം ഈ പുള്ളിയായിട്ട് ഓഫീസിൽ വരുന്നു. അപ്പോൾ എന്നോട് പരിചയപ്പെടുന്നത് ഇത് മലയിൽ ശ്രീനാരാണ്, കോറി ഉടമയാണ് കോന്നിയിലെ എന്ന് പറയുന്നു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പോൾ സാറിന് പരാതി ഉണ്ട്. ഞാൻ പറയാം നിങ്ങൾ CM കൊണ്ട് കാണിക്കുക. അത് CM കണ്ടു. CM ആ പേപ്പർ എന്നെ ഏൽപ്പിച്ചു. ഞാനത് പിന്നെ ടൈപ്പ് ചെയ്ത് CM ഒപ്പിട്ട് 10 കളർ അയച്ചു കൊടുക്കുന്നു. എന്നിട്ട് അതിന് റിപ്ലൈ ഇവർക്ക് കൊടുക്കുകയും ചെയ്യുന്നു. അന്നാണ് ആദ്യമായിട്ട് പുള്ളി ഞാൻ കാണുന്നത്. പിന്നെ കാണുന്നത് ചെങ്ങന്നൂർ DSP വെച്ചാണ് കാണുന്നത് 2ാമത്തെ പ്രാവശ്യം. അല്ല, ഞാൻ ശേഷം പുള്ളിയെ കണ്ടിട്ടുമില്ല. ഞാൻ ഒരു കാര്യം പുള്ളിയോട് സംസാരിച്ചിട്ടുമില്ല. ആദ്യമായിട്ട് സരിതയെ കാണുന്നത് എപ്പോഴാണ്? അത് ഞാൻ പറഞ്ഞ 2000 CM ആയ സമയത്ത് ഈ ടീം സോളാറിൻ്റെ ഒരു റിലീഫ് ഫണ്ട് കൊടുക്കാൻ വേണ്ടി ആണ് ഫസ്റ്റ് വിളിക്കുക. അത് MA ഷാനവാസിൻ്റെ PA ആയ പേര് ഞാൻ ഓർക്കുന്നില്ല, എറണാകുളത്തുള്ള പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ CM ചോദിക്കുന്നത്. അപ്പോൾ CM പറഞ്ഞ് വരാൻ പറയാം, പിന്നെ രാവിലെ വരാൻ പറയാം. അങ്ങനെ അവർ വരുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് വരെ കാണുന്നത്. അന്ന് ബിജു രാധാകൃഷ്ണനുണ്ട്, ഈ സരിതയുണ്ട്, അങ്ങനെ അവരൊരു മാനേജറുണ്ട്. പിന്നെ ഒരുപാട് രാഷ്ട്രീയ വികാസങ്ങളൊക്കെ ആ കേസിലുണ്ടായല്ലോ. അപ്പോൾ ഇനി ഈ പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സംഭവങ്ങളില്ലേ? അല്ല, അതിന് പുറത്തു വരുമെന്ന് തോന്നുന്നുണ്ടോ? എവിടെ വരാനാ? അത് അങ്ങനെ നേരത്തെ വന്നില്ലല്ലോ. ADGP ഹേമന്ത് സാറിന് അജണ്ട ഉണ്ടായിരുന്നു. ആ അജണ്ട പുള്ളി നടപ്പിലാക്കി എന്നെ അറസ്റ്റ് ചെയ്തു. അതുകൂടെ പുള്ളി കേസ് അവസാനിപ്പിച്ചു. മനസ്സിലായില്ലേ? അതാ സംഭവിച്ചത്. ആ അജണ്ടയ്ക്ക് പുറകിലുള്ളവർ വരില്ലേ പുറത്തിനി? അത് വരേണ്ടത് പുള്ളിയല്ലേ തീരുമാനിക്കട്ടെ. പുള്ളിയല്ലേ അന്വേഷണ ഉദ്യോഗസ്ഥൻ. പുള്ളിക്കല്ലേ അറിയത്തുള്ളൂ, എനിക്കറിയില്ലല്ലോ. ഇനി എന്താണ് മുന്നോട്ടുള്ള ജീവിതം ലക്ഷ്യം? ജീവിതത്തിൽ എൻ്റെ പെൻഷൻ എങ്ങനെ കിട്ടണമെന്ന് ആഗ്രഹം എനിക്കുണ്ട്. ഞാൻ 9 കൊല്ലം ജോലി ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ആ പെൻഷൻ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അല്ലാതെ എനിക്ക് വേറെ ജീവിതമാർഗ്ഗമൊന്നുമില്ല. എനിക്ക് വരുമാനമില്ല, ഒന്നുമില്ല, എനിക്ക് സ്വത്തില്ല, ഒന്നുമില്ല. പിന്നെ എൻ്റെ മോളിപ്പം +2 കഴിഞ്ഞേ ഉള്ളൂ. അവളെ പഠിപ്പിക്കണം. അങ്ങനെയുള്ള ആഗ്രഹം എനിക്കുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. കുടുംബ ബന്ധങ്ങളെല്ലാം ഒരു ശിഥിലമായില്ല ആ ഒരു കേസിൻ്റെ? ആ സമയത്ത് ചില പ്രശ്നങ്ങളുണ്ടായാലും പിന്നെ വൈഫും കൊച്ചുമൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർക്ക് പ്രശ്നമില്ല, അവർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവർക്കെല്ലാം കാര്യം അറിയാവുന്ന കുഴപ്പമില്ല. എൻ്റെ വൈഫിൻ്റെ അവിടെ താമസിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം വൈഫിന് കാര്യങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നുമില്ല. കുടുംബം മാത്രമേ ഒപ്പം ഉണ്ടായിരുന്നുള്ളൂ? സംശയം എന്താ? കുടുംബവും എൻ്റെ അത്യാവശ്യം കുറേ സുഹൃത്തുക്കളും. രാഷ്ട്രീയ ജീവിതത്തിൽ ആരും ഒപ്പം ഉണ്ടായിരുന്നില്ലേ? ഒരു മനുഷ്യനുമില്ലായിരുന്നു. പിന്നെ നാട്ടിലുള്ള രാഷ്ട്രീയക്കാർ പോലും എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. ഇപ്പോഴും കാണുന്നത് അങ്ങനെ തന്നെ. കാരണം ഞാൻ സഹായിച്ചിട്ടുള്ളവർ പോലും എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. നമുക്കത് വിഷയമല്ല. കാര്യം അത് വിഷയം എല്ലാവരും അങ്ങനെ ആയല്ലോ. കാര്യം സഹായിച്ചവരെയൊക്കെ മറക്കുമല്ലോ. ഈ പല പേരുകളും തുറന്നു പറഞ്ഞ് ഭയമാണോ അതോ വേണ്ട? ഭയമൊന്നുമല്ല, എനിക്ക് ഭയക്കേണ്ട കാര്യം. ഞാൻ 13 വർഷം അനുഭവിച്ച് ഇനിയിപ്പോൾ എനിക്ക് ഭയക്കാനെത്തുക അതുകൊണ്ടല്ല. ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥ വെച്ച് ഞാൻ പറയുന്നില്ലെന്ന് ഇപ്പം പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. കാര്യം വരട്ടെ, സമയം വരും, പറയാം. എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ തുടക്കം? അതാ ഞാൻ പറഞ്ഞു. ഞാൻ മാറിവാൻസ് കോളേജിൽ പഠിക്കുന്ന കാലം KSU അന്ന് ഇവിടുത്തെ എൻ്റെ ML അന്ന് നെടുവത്തൂർ മണ്ഡലം അന്ന് ഉണ്ട്. അന്ന് എഴുവൺ നാരായണെന്ന MLA ആണ് ഞങ്ങളുടെ ഇവിടുത്തെ MLA. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമാണ് ഓൾഡ് ബ്ലോക്ക് 37. ഉമ്മൻചാണ്ടി സാറിൻ്റെ റൂം ഓൾഡ് ബ്ലോക്ക് 32. നേരെ ഓപ്പോസിറ്റ് താമസം. അപ്പോൾ ഞാൻ ഈ എഴുവൺ നാരായണ സാറിൻ്റെ മുന്നിൽ താമസിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ KSU ബന്ധമുള്ളതുകൊണ്ട് സാറുമായിട്ട് അറിയാം. പിന്നെ അച്ചു കോളേജ് പഠിച്ചാണ്, ചാണ്ടി കോളേജ് പഠിച്ചാണ്, ആ ഒരു ബന്ധമൊക്കെ ഉണ്ട്, അറിയാം. അങ്ങനെയാണ് ഞാൻ സാറുമായിട്ട് ഈ ബന്ധം, ആ റൂം ഏറ്റവും കൂടുതൽ അടുക്കും സാറുമായിട്ട്. പിന്നെ സാറ് UDF കൺവീനർ ആയ സമയത്ത് എന്നെ കൂടെ ഓരോ ആവശ്യം വിളിക്കുമായിരുന്നു. ഈ പ്രസ്ഥാനം കൊണ്ടുപോകാനൊക്കെ ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് സാറിൻ്റെ പ്രസ്ഥാനങ്ങളൊക്കെ കൊണ്ടുപോയി ഞാൻ പത്രാവശ്യങ്ങളിലൊക്കെ. അങ്ങനെ ആ ബന്ധം അങ്ങ് വളർന്നു. അത് ഞാൻ KSUകാരനാണെന്ന് പുള്ളി അറിയാവുന്നതുകൊണ്ട് പിന്നെ അച്ചുവിനെയൊക്കെ നമ്മൾ ഇവിടെ KSU കോളേജ് സഹായിച്ചിട്ടുള്ള സാറിനറിയാം. അതുകൊണ്ടുള്ള ഒരു വെച്ചാണ് നമ്മൾ. ഈ അറസ്റ്റിലായതിനു ശേഷം ആദ്യമായിട്ട് ഉമ്മൻചാണ്ടി സാറിനെ എപ്പോഴാണ് കാണുന്നത്? പിന്നെ കണ്ടിട്ടില്ല, ഞാൻ സാറിനെ കണ്ടിട്ടില്ല. ഞാൻ ആരും കണ്ടില്ല. ഞാൻ സാറിനല്ല ഒരു മനുഷ്യനും കാണാൻ പോയിട്ടില്ല. പുള്ളി തിരിച്ചു വന്നിട്ടും ഞാനില്ല, കണ്ടില്ല.
അപ്പോൾ അവസാനമായിട്ട് ഈ ഗൾഫ് പോണതിന് മുന്നേ ആണ് കാണുന്നത്. അല്ല, 1-2 പ്രാവശ്യം വിളിച്ചു, പക്ഷേ പുള്ളി ഗൺമാന്മാർ കൊടുത്തില്ല ഫോൺ. സാർ മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ പുള്ളി ഒഴിഞ്ഞു മാറി. ഒരു ഹോസ്പിറ്റൽ കിടന്ന സമയത്തും വിളിച്ചു, കൊടുത്തില്ല, ഫോൺ കൊടുത്തില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ വിളിക്കാൻ പോയില്ല. ഉമ്മൻചാണ്ടി സാറിനും അപ്പം വിഷമം ഉണ്ടായിരുന്നു. തീർച്ചയായും കാണത്തില്ല. കാര്യം പുള്ളിക്കറിയാം ഞാൻ തെറ്റിയതില്ല, 100% പുള്ളിക്കറിയാം. പുള്ളി 100% അറിയാൻ തെറ്റിയിട്ടില്ലെന്നുള്ളത്. പക്ഷേ എല്ലാവരും കൂടെ ഉള്ളിൽ നിന്ന് ക്രൂശിച്ചപ്പോൾ പുള്ളി അതിനകത്ത് വിട്ടുപോയി. പുള്ളി അവസാനം എന്തോ ഏകാധിപതിയായിപ്പോൾ ഒരു ഏകനായിപ്പോയി. കാര്യം പുള്ളി സഹായിക്കാനില്ലാത്ത അവസ്ഥയായി പുള്ളിക്ക്. കാരണം കൂടെ നിന്നവർ പോലും പുള്ളി സഹായിക്കാനില്ലാത്ത അവസ്ഥയായിപ്പോയി. മനസ്സിലായില്ലേ? താങ്കൾ അദ്ദേഹം തെറ്റിദ്ധരിച്ച് കാണും? എനിക്ക് 100% സാറിന് ഒരിക്കലും തെറ്റിദ്ധരിക്കുന്നത് 100% ഉറപ്പുണ്ട്. അത്രയ്ക്ക് ഞങ്ങൾ അത്രയും അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. പിന്നെ ചില ആൾക്കാർ ഈ പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കി നമ്മുടെ ഓഫീസിനകത്ത് തന്നെ. അതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ, കുഴപ്പമില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ സ്റ്റാഫിൽ നിന്ന് ഒഴിവാക്കാൻ പോലും നോക്കി പല പ്രാവശ്യവും. ഈ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണവിവരം അറിയുന്നു, എങ്ങനെയായിരുന്നു അത് ഉൾക്കൊണ്ടത്? ഞാൻ പറഞ്ഞല്ലേ, ഭയങ്കര ഷോക്കായിപ്പോയി. അത് ഞാൻ പോയില്ല. ഞാൻ കൊട്ടാരക്കര അവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോയി കൊട്ടാരക്കര റോഡിൽ അവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് പുതുപ്പള്ളി സാറിന് കല്ലറയിൽ പോയായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് പോയായിരുന്നു. എന്താ പറയുക, നമുക്ക് മുന്നേ മരിച്ചെന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയാണ്. കാര്യം പുള്ളി മരിക്കാൻ കാരണം ഈ ഒരൊറ്റ കേസാണ്. അതോടെ പുള്ളി തകർന്നു പോയി. കാര്യം കൂടെ നിൽക്കാൻ ആരുമില്ല. ആ കുടുംബം മാത്രമേ ഉള്ളൂ. കൂടെ നിന്നൊരു പുള്ളി തള്ളി പറയുന്ന അവസ്ഥയായിപ്പോയി. അങ്ങനെ ഒരു പുള്ളി ആകെ മാനസിക തകർന്നു പോയി. അത്രയും വലിയ സൗഹൃദത്തിൽ അല്ലെങ്കിൽ സ്നേഹത്തിലിരുന്ന ആളെ ഒരിക്കൽ കൂടി കാണാൻ പറ്റാത്തതിൻ്റെ ഒരു നിരാശയില്ലേ? അല്ല, പലപ്പോഴും പക്ഷേ ഞാൻ പോകാമെന്ന് വേറെ കൊണ്ടുമല്ല. ആരും ഒന്ന് വീട്ടുകാർ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പിന്നെ പാർട്ടിക്കാർ പലരും കാണും. അവർ പല ആൾക്കാരാണ്. ഒരു വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും എനിക്ക് വിഷയമാവും. ഞാൻ അങ്ങോട്ട് വിഷയം ഉണ്ടാക്കി പറഞ്ഞ വിഷയം. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പാഞ്ഞതാണ്. എനിക്ക് ഒരുപാട് കാണുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. സോളാർ കേസിൽ ഒരുപാട് നേതാക്കളുടെയൊക്കെ പേരുകൾ വന്നിട്ടില്ലേ? അപ്പോൾ അതൊക്കെ താങ്കൾ അറിഞ്ഞും കാണുമല്ലോ? അറിയാം. അതിൽ ഞാൻ പറഞ്ഞ പലരും കത്തും കൊടുത്തിട്ടുണ്ട്. പല കേസുകൾ പല ഫോൺ വിളിച്ചിട്ട് പലരും ചെയ്തിട്ടില്ലേ? അതൊന്നും ഈ ADG അന്വേഷിച്ചില്ലല്ലോ. ഇപ്പം സംഭവം മനസ്സിലായില്ലേ? എന്നെ ബലിയാടാക്കിക്കൊണ്ട്, എന്നെ ജയിലിലാക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ക്രൂശിക്കുക എന്നുള്ള ഒരു അജണ്ടയായിരുന്നു ഹേമേന്ദ്ര സാറിനുള്ളത്. അതിപ്പോഴും ഞാൻ പറയുന്നു. ഞാൻ എവിടെയും പറയും. ഇനി എന്നെ തൂക്കി കൊന്നാൽ വിളിച്ചാൽ ശരി ഞാൻ പറയും. അല്ലെങ്കിൽ ഒരിക്കലും ഈ സംഭവിക്കുന്നില്ല ഇങ്ങനെ സംഭവം. എപ്പോഴാണ് ആ ഒരു സംശയം ശരിക്കും തോന്നി തുടങ്ങിയത്? തന്നെ ഞാൻ ജയിലിൽ കിടന്ന സമയത്താണ്. ജയിലിൽ കിടന്ന് ഓരോ വായിക്കുമല്ലോ. വായിക്കുന്ന സമയത്ത് ഓരോ ഇത് കണ്ടപ്പോഴും പിന്നെ എൻ്റെ വക്കീൽ വന്ന് ഓരോ കാര്യങ്ങൾ ഓരോ കോടതിയിലെ കേസ് പറയാം. അവർക്കറിയാമല്ലോ, അവർ പറയുക സംസാരിക്കുമല്ലോ, വക്കീൽമാർ തമ്മിൽ സംസാരിക്കുമല്ലോ. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായി കൂടാതെ കാര്യം മനസ്സിലായത്. അപ്പോൾ ആരാണ് അതിന് പിന്നിലെന്നൊക്കെ അപ്പോഴെന്നെ തോന്നിയിരുന്നു? പിന്നെ എനിക്ക് 100%. ഈ ചതിച്ചവർക്കൊക്കെ ഉള്ള ശിക്ഷ അല്ല, അത് ദൈവം കൊടുക്കട്ടെ. ഞാൻ പറയുന്നത് ആ ദൈവത്തിൻ്റെ ഇരിക്കുക. അവരിപ്പോൾ സന്തോഷിക്കുന്നുണ്ടാവും. അവർ ഒരുപാട് എന്നെ ചതിച്ചവരെല്ലാം സന്തോഷിക്കുന്നുണ്ടാവും. ഇപ്പോഴും സന്തോഷിക്കുന്നുണ്ടാവും. അത് ദൈവം കൊടുക്കും. ഞാനൊന്നും പറയത്തില്ല. അതിനത് ദൈവത്തിൻ്റെ ഇരിക്കുക. അതല്ല, ഭരിച്ച സമയത്ത് സ്വന്തം പാർട്ടി തന്നെയാണ്, ആഭ്യന്തര വകുപ്പ് തന്നെയാണ് സ്വയം തിരിഞ്ഞത്. അപ്പോൾ അത് എത്രത്തോളം നിരാശ ഉണ്ടാക്കിയാൽ അങ്ങനെ ഒരു തീരുമാനം പ്രതീക്ഷിച്ചു? ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഉമ്മൻചാണ്ടി സാറ് ഗൾഫിൽ പോകുന്ന സമയം നോക്കി എന്നെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു, എന്നെ അറസ്റ്റ് ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ പുള്ളി വരുന്നു. മനസ്സിലായില്ലേ? അപ്പോൾ എയർപോർട്ടിൽ വരുമ്പോൾ പുള്ളി രാജിവെക്കും എന്നൊക്കെ പലർക്ക് ചിന്ത ഉണ്ടായിപ്പോയി കാണും. അതുകൊണ്ടായിരിക്കും ഈ സംഭവം ഉണ്ടായത്. 10 വർഷം LDF ഭരിച്ചു, അത് വീണ്ടും UDF വരുന്നു. എങ്ങനെ കാണുന്ന ഒരു ഭരണമാറ്റമാണെങ്കിലും? ഞാൻ ഭരണത്തിൻ്റെ ഭാഗമല്ലല്ലോ. ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഈ പുതിയ UDFനെ എങ്ങനെയാണ്? നല്ല ഗവൺമെൻറ് ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പം അതിൻ്റെ ഭാഗമല്ലാതെ ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്കറിയത്തുമില്ല. അവസാനമായിട്ട് ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി എങ്ങനെ വിലയിരുത്തുന്നു? ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രി കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയല്ലേ? കാര്യം ആരാ പറയാത്തത്? കേരളത്തിലെ ഏത് ജനങ്ങളും പറയുമല്ലോ. ഇത്രയും ഒരു നല്ല മനുഷ്യൻ, ഇത്രയും നല്ല ജനകീയ മുഖ്യമന്ത്രി ആരുണ്ടായിരുന്നു പറയും? എത്ര പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കുമല്ലോ. ആ ഓഫീസിലെ തിരക്കും വീട്ടിലെ തിരക്കുകളൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. കാര്യം രാവിലെ 7 മണിക്ക് ഓഫീസിൽ കയറി രാത്രി 12-1 മണിക്കാണ് പുള്ളി വീട്ടിൽ പോകുന്നത്. ഉറക്കമില്ല പുള്ളിക്ക്, ഊണില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമല്ലേ? ഇത്രയും നല്ല മുഖ്യമന്ത്രി കേരളത്തിൽ ഇനി ഉണ്ടാവത്തുമില്ല, ഇനി ഉണ്ടാവാനില്ല. അതിന് അദ്ദേഹത്തിന് നീതി കിട്ടിയോ? കിട്ടിയില്ല. എവിടെ കിട്ടി? അതാണ് ജനം പറയുന്നത് നീതിമാനാ മനുഷ്യൻ എന്ന് ജനം പറയുന്നതുകൊണ്ട്. എപ്പോഴും അങ്ങനെ പറയുന്നത് നീതിമാനാ മനുഷ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ജനം. കാര്യം അങ്ങനെ നീതി കിട്ടിയിരുന്നുവെങ്കിൽ അങ്ങനെ ഇന്ന് ജീവനോട് ഉണ്ടായിരുന്നു. വിധി വന്നതിന് ശേഷം ഉമ്മൻചാണ്ടിക്കാണ് സമർപ്പിച്ചത്. അത് മറ്റന്നാൾ സാറിൻ്റെ 3ാം ജന്മവാർഷികമാണ്. ഞാൻ ഈ വിധി സാറിന് സമർപ്പിക്കുന്നു. കാര്യം വേറെ കൊണ്ടുമല്ല, ഇന്നലെ മാറിവാൻ സിനിമയുടെ ജന്മദിനമായിരുന്നു. ആ ദിവസം തന്നെ എനിക്കിത് അനുകൂലമായ വിധി കിട്ടിയത് മാറിവാൻ സിനിമയുടെ അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ വിധി ഞാൻ ഉമ്മൻചാണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്നു. ജനങ്ങൾ ആരാണ് ഉമ്മൻചാണ്ടി എന്ന് മനസ്സിലാക്കും. അത് സംശയം എന്താ അതിന്? ഇപ്പോഴല്ല, അതുകൊണ്ട് ആ കല്ലറയിൽ ഇപ്പോഴും ജനങ്ങൾ വന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം കൊണ്ടല്ലേ? അല്ലെങ്കിൽ ആരെങ്കിലും പോവോ? വേറെ എത്രയോ മുഖ്യമന്ത്രിമാരുണ്ടായി ഇവിടെ മനുഷ്യരുണ്ട്. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ആ ജനങ്ങളുടെ സ്നേഹം കൊണ്ടാണ് അങ്ങനെ ഇത്രയും നാൾ ജീവിച്ചതും ഇത്രയും നാൾ ജനങ്ങളെ സഹായിച്ചിട്ടുണ്ടാണ്. അതുകൊണ്ടാണ് ആ ജനങ്ങൾ ഇന്നും ആ കല്ലറയിൽ വന്ന് പ്രാർത്ഥിച്ച് മെഴുകുതിരി കത്തിച്ചിട്ട് പോകുന്നത്.